പമ്മളിന് പോണത്. ഞങ്ങള് ഒരു 12:30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും അപ്പം നമ്മൾ ഇക്കാടെ വീട് പരവൂരായത് കൊണ്ട് നമുക്ക് അടുത്താണല്ലോ വർക്കല. അങ്ങനെ നമ്മൾ ഇന്ന് കാപ്പിൽ വഴിയാണ് പോണത്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ അങ്ങ് യാത്രയിൽ മുഴുങ്ങിയിരുന്നു പോയി. പിന്നെ ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വർക്കല കാണുന്നത്. അന്നും ഇക്കാടോട് വന്നത്, ഇന്നും ഇക്കാടോടാണ് വരുന്നത്. ചെന്നിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ക്ലിഫിലോട്ട് പോകാതെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകണം. നമുക്ക് ബീച്ചിൽ പോകാൻ വേറെ വഴിയുണ്ടെങ്കിൽ ശരി തന്നെ, ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത്രയും നേരം ഇരുന്നില്ലേ, അതുപോലെ വിചാരിച്ച് കടലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം, കാലൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ കുറച്ചും കൂടെ നടക്കണം, താഴോട്ടിറങ്ങി പോകണ്ടേ. നമ്മൾ മറ്റേ വഴി വരാത്ത ഫസ്റ്റ് ടൈം ഞാൻ ഈ വഴിയൊക്കെ വരുന്നത്. മറ്റേ വഴി ഞാനും വന്നിട്ടുള്ളൂ. അപ്പം ഈ വഴിയൊക്കെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും കൊള്ളാം. അങ്ങനെ കണ്ട വ്യൂ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒന്ന് കാല് നനയ്ക്കാന്ന് വെച്ചപ്പോഴത്തേക്കിനും എന്താ ഇവിടെ കയറ് കെട്ടിയിട്ടേക്കുന്നു. നടന്നു വന്നിട്ട് എന്തോ കാര്യമാ, ഒന്നും നടന്നില്ല. കാല് നനയ്ക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ആരെങ്കിലും ഇറങ്ങുന്ന കണ്ടാൽ തന്നെ അപ്പോഴേ ഫിസിലടിച്ച് അകത്ത് കയറ്റുക. ഇത് പിന്നെ അവിടെ എന്തോ കർമ്മം ചെയ്യാൻ വരുന്നവരൊക്കെ, അതുകൊണ്ട് പിന്നെ അവരെ കൂടെ തന്നെ അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മളതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിച്ച് ക്ലിഫിലോട്ട് പോകാമെന്ന്. അപ്പോൾ തന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന്. പിന്നെ അവിടെ പോണതന്നെ വൈകുന്നേരമാണ്. ആളൊന്നും അധികം ഇല്ലായിരുന്നു. സൺഡേ ആയിട്ട് ഇങ്ങോട്ടും ആളും അധികം ഇല്ലായിരുന്നു. പിന്നെ അതാ എന്തോ മുൻപരിചയം കണക്ക് ഇവനങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുക. പിന്നെന്തുവാ അവിടെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ പറയണ്ടല്ലോ, വന്നവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ ഇവിടെ ന്യൂ ഇയറിന് എന്നും ക്രിസ്മസിൻ്റെ അന്നൊക്കെ ഇവിടെ സെറ്റാന്ന് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ടൈമിലൊന്നും ഇവിടെ വന്നിട്ടില്ല, ഒരുപാട് ആളൊക്കെ അല്ലേ. പക്ഷെ ആ ടൈമിലാണ് വരേണ്ടത്. മുമ്പ് ഞാനൊക്കെ വന്ന ഇടയ്ക്ക് ഈ സൈഡിൻ്റെ താഴെ കൂടെ പടിയുണ്ടല്ലോ, അതിൽ കൂടെ താഴെ ഇറങ്ങാൻ പറ്റുമായിരുന്നു കടലിലോട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ അടച്ചിട്ടിരിക്കുക. അതുപോലെ നമുക്ക് മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം അവിടെ ഒരാൾക്ക് നിൽക്കാൻ പോലും അവിടെ സ്ഥലമില്ല. അത്രയും കടൽ കയറി കിടക്കുവാണ്. ഇപ്പോൾ മഴ ടൈമല്ലേ, ഇപ്പോഴും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. വോയിസിൻ്റെ അകത്ത് നല്ല രീതിയിൽ കേൾക്കായിരിക്കും. എന്തായാലും ഞങ്ങൾ പോണ ടൈമിൽ അവിടെ മഴയില്ലായിരുന്നു. എന്തായാലും നല്ല വെയിലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുത്തില്ല. പിന്നെ വർക്കല കഴിഞ്ഞിട്ട് കാപ്പിലായപ്പോഴത്തേക്കിനും ഇവിടുത്തെ അടുത്ത് പറഞ്ഞ് ഇവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് എന്തോ ഒരിത്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കാപ്പിൽ വന്നതാണ്. അപ്പോൾ ഇക്കാരൻ എന്തായാലും വന്നേയില്ലേ, കാപ്പിലും കൂടെ നമുക്ക് ഇറങ്ങിയിട്ട് പോകാമെന്ന്. അവിടെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്ന്. പിന്നതിന് ശേഷം ഇക്കാരൻ നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന്. അപ്പം എനിക്ക് എപ്പോഴൊക്കെ വാങ്ങിച്ചു തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ മോനും ഒക്കെ കൂടി കടൽ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു. പിന്നെ എന്നെയും വിളിച്ച് ഞാനും അവിടെ പോയിരുന്നു. ബാക്കിലൊക്കെ തിരികെ വന്നടിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് ക്യാമറ ഒരുമാതിരി ആയിട്ടിരിക്കുന്നത്. നല്ല തിരയടിക്കുന്നുണ്ടായിരുന്നു. നല്ല വെള്ളം കയറി കിടക്കുവാണ്. പിന്നെ സെലൂന് ബോറടിച്ചപ്പോൾ പോകാമെന്ന് പറഞ്ഞു. പിന്നെ രാത്രിയാവാറായതുകൊണ്ട് ഞങ്ങളും അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഫുഡും കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.